ഞാൻ സംസാരിക്കാനില്ല. കാരണം ഓൾറെഡി ഞാൻ മുമ്പ് എന്തോ കഥയെ പറ്റിയിട്ടുള്ള ചർച്ചയിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ കഥ എഴുതി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പോകണമെന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഒരു മിലിറ്ററിയാണ്, തൊട്ടപ്പുറത്തെ ബ്രാഞ്ചിലാണ്. 5 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നേരം വൈകി വന്നിട്ട് 4:00 ഇറങ്ങിയിട്ട് പിന്നെ അവസാനം വരെ നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. നേരത്തെ വന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. 2 പേര് പ്രസംഗം കേൾക്കാറുള്ളതായിരുന്നു. പേര് എഴുതാനും ചേട്ടൻ്റെയും പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിൻ്റെ മറ്റു പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നോവലിനെ പറ്റി സംസാരിക്കാറുള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുന്ന വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇവിടെ ഒന്നും പാടില്ല. ടീച്ചറെ സംസാരിച്ച് തെറ്റായി. നോവലില് പറഞ്ഞല്ലോ, ഞാൻ നോവൽ എഴുതുന്നുണ്ട്, സംശയമില്ല. കാരണം എഴുതേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. എഴുതി തുടങ്ങാൻ പറ്റുന്നില്ല. ഇനി പറഞ്ഞ പോലെ വായനയുടെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മഹാഭാരതം ഇന്ന് വരെ വായിച്ചിട്ടില്ല. പൂർണ്ണ രൂപത്തിൽ വായിച്ചിട്ടില്ല. പല എഡിറ്റഡ് രൂപങ്ങളും വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് കേക്ക് കൊച്ചൊരിക്കുമ്പോൾ ഞാനിങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ലീവ് എടുക്കണം. എന്താ പ്രശ്നം? ഞാനൊരു മാസം ലീവ് എടുത്തു. അവർ തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുക. ഒരു മാസം ലീവ് എടുത്തിട്ടാണ് ഞാൻ ആ വായിച്ചു കൊണ്ടാക്കിയത്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു വായിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് ലീവ് എടുക്കാനുള്ളൊരു തൻ്റെ ഇടത്തിൻ്റെ അല്ല, അങ്ങനെ ഒരു മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ട്, മറ്റുള്ളവർ സഫർ ചെയ്യുന്നതുകൊണ്ട് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണല്ലോ. നല്ല സമയത്ത് വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത്ര വലിയ വായനയിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. പിന്നെ എഴുത്തിൽ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വായന തന്നെ വേണം. അപ്പോൾ അതില്ലെങ്കിൽ നമ്മളെന്തിനാ എഴുതുന്നുള്ളൊരു പ്രശ്നം കൂടി ഇല്ല. അപ്പോൾ നമ്മുടെ എഴുത്ത് മറ്റുള്ളവർ പറഞ്ഞത് പറയാനാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലോ എന്നുള്ളൊരു പ്രശ്നം. ഇപ്പോൾ എഴുതുമ്പോൾ എപ്പോഴും തന്നെയാണ് നമുക്ക് പുതുതായിട്ടൊന്നും പറയാനെങ്കിൽ എഴുതാണ്ടല്ലോ എന്നൊരു വിചാരമുണ്ട്. എഴുതാതിരുന്നുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. എഴുതിയിട്ട് ദോഷം ഉണ്ടാക്കുന്നത്രയും ദോഷം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഈ എഴുത്തില് വായിച്ചു വരുന്ന കാലത്ത് നമുക്ക് പല ഐഡിയകളും തോന്നും. അന്ന് എഴുതിയതൊക്കെ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് പൊട്ടത്തരാണെന്ന് തോന്നും. പിന്നെ എഴുതിയത് എനിക്കൊരിക്കലും എഴുതിയിട്ട് തൃപ്തി വന്നിട്ടില്ല. എഴുതിയത് നമ്മളെ എഴുതിയതാണ് ഇഷ്ടമെന്ന് ഒരിക്കലും എനിക്ക് തോന്നില്ല. കാരണം എനിക്ക് എപ്പോഴും എഴുത്തിലൊരു സംതൃപ്തി കുറവാണ്. എന്ത് എഴുതിയാലും തൃപ്തി കുറവ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നതൊക്കെ മിക്കവാറും നശിപ്പിച്ച് കളയാറുണ്ട്. അതിൽ ഞാനൊരു നിപുണനാണെന്ന് പറയാം. അപ്പോൾ ഇനി എഴുതുമ്പോൾ ആലോചിച്ച് തന്നെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയും നേരത്തെ തന്നെ വരാൻ കാരണം 2 പ്രസംഗം കേൾക്കാമെന്നാണ്. പിന്നെ ശ്രീലമാടത്തിനും കേൾക്കാമെന്ന് വിചാരിച്ചു. അത് കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ പേര് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വരാതിരിക്കുന്നതൊരു ശരികേടും തോന്നും. നേരത്തെ എന്താ അതിനേക്കാൾ ശരികേടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പോകണം. എന്തായാലും കുറച്ചും കൂടി സമയമുണ്ട്. സുരേന്ദ്രൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റും. അതൊന്ന് കേൾക്കാനും പറ്റും. നല്ലൊരു സന്തോഷം.